കുറച്ച് കൊല്ലമായിട്ട് ഇവോൾവ് ചെയ്ത് വന്ന പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എനിക്കിത് പറയുകയും ചെയ്യാം. KAS Mentor ജസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അതിൻ്റെ അകത്ത് ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഇവരെല്ലാവരും ഈ സ്റ്റുഡൻസിന്റെ ബെറ്റർമെന്റിന് വേണ്ടി ഒരേപോലെ വർക്ക് ചെയ്യാം. എത്രയോ ടെലഗ്രാം ഗ്രൂപ്പുകൾ നിങ്ങൾക്കറിയാം, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചോദ്യങ്ങൾ വെറുതെ കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന ചോദ്യങ്ങൾ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചാൽ ആൻസർ അല്ല എന്നുള്ളതാണ്. ChatGPTക്ക് ഒരു ടോപ്പിക് കൊടുത്ത് 1,00,000 ചോദ്യം ഉണ്ടായിത്തരാൻ പറഞ്ഞാൽ കുറച്ച് സമയം എടുത്ത് ഉണ്ടാക്കി തരും. ആ 1,00,000 ചോദ്യം ചെയ്താൽ പോരെ? അപ്പൊ അവിടെ വേറെ എന്തോ മിസ്സിംഗ് ഉണ്ട്. ഇപ്പൊ മാർക്കറ്റിലുള്ളതിൽ ഒരു കുട്ടി ഇവിടെ വന്നാൽ അവരെ ജയിപ്പിച്ച് കൊടുക്കാമെന്ന് കോൺഫിഡൻസ് ഉള്ള ഒരു ടീമും അതിനുള്ള ബാക്കിയുള്ള അനുബന്ധ സപ്പോർട്ട് സിസ്റ്റം ഉള്ള ഒരു ടീമാണ്. അത് നമുക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ KAS Mentor ടെസ്റ്റ് സീരീസിൽ 80 ചോദ്യം വന്നു, 85 ചോദ്യം വന്നു. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുന്നു. ക്ലാസ് എടുക്കുന്നതാണെങ്കിലും ക്വസ്റ്റ്യൻസ് ഇടുന്നതാണെങ്കിലും ഈ ക്വസ്റ്റ്യൻസിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ നമുക്കൊരു QC ഉണ്ട്. അതുപോലെ ഇത് ഡെലിവറി ചെയ്യാൻ ഒരു സ്റ്റുഡൻറ് റിലേഷൻസ് ടീമുണ്ട്. അവരെ കോൺടാക്ട് ചെയ്യാൻ, സംസാരിക്കാൻ, അങ്ങനെ നമുക്ക് ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രം തന്നെയുണ്ട്. ഇതല്ലാതെ നിൽക്കുന്ന കുട്ടികൾക്ക് ഇവനുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പാടാ. അവർക്ക് ഇങ്ങനെ ഒരു ഡാറ്റ കിട്ടി അവരും ജയിക്കും. പക്ഷെ അവർക്ക് കിട്ടുന്ന ഡാറ്റ എന്താ? കുറേ ചോദ്യങ്ങൾ, ഇതൊക്കെ ചെയ്യും. ഇപ്പോൾ SI ഇന്റർവ്യൂവിനെല്ലാം വന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവസാനം ഒരു രക്ഷയില്ലാതെ KAS Mentor ടെസ്റ്റ് സീരീസ് എടുത്ത്. അപ്പോൾ തോന്നി നിങ്ങളുടെ കോഴ്സിൽ വന്നാൽ മതിയായിരുന്നു. കോഴ്സിൽ വന്നില്ല, പക്ഷെ സ്റ്റിൽ ടെസ്റ്റ് സീരീസിൽ വന്നിട്ട് ഞാൻ റാങ്ക് ലിസ്റ്റ് കയറി. പ്രശ്നങ്ങളൊക്കെ നമ്മൾ സ്മാർട്ടായിട്ട് സോൾവ് ചെയ്തു. ആ സോൾവ് ചെയ്ത കാര്യം ഞങ്ങൾ കുട്ടികളിലോട്ട് എത്തിച്ചു. ആൻഡ് വി ഹാവ് റിസൾട്ട്സ്. അപ്പോൾ ഐ തിങ്ക് ഇതിപ്പോൾ നമ്മുടെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സൈഡിൽ നിന്ന് എനിക്ക് വേണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ഐഡിയൽ സ്ട്രാറ്റജി അല്ലെ ഒരു സ്റ്റുഡൻറ്റ് എടുക്കേണ്ട ഐഡിയൽ റൂട്ടിനെ പറ്റിയാണ് നമ്മൾ കൂടുതലും പറഞ്ഞത്. ഇപ്പം നമ്മുടെ ഇവിടെ വരുന്ന സ്റ്റുഡൻസിനെ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഒരു സിസ്റ്റത്തിനകത്തൂടെ അല്ലെ നമ്മുടെ ടെക്നോളജിയുടെ കാര്യം, അല്ലെങ്കിൽ ഒരു ലേണിംഗ് പ്രോസസ്സുകൾ, ടെസ്റ്റ് സീരീസുകൾ, മെൻറ്റർഷിപ്പ്, ഇത് എല്ലാത്തിൻ്റെയും ലീഡർഷിപ്പിലും അല്ല ഇതിൻ്റെ പങ്കാളിത്തത്തിലും ഉണ്ടായിരുന്ന ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ മാർക്കറ്റിലുള്ള ഗ്യാപ്സിനെ ഓരോന്നിനെ അഡ്രസ്സ് ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞു. നമുക്ക് വിൽ സ്റ്റാർട്ട് വിത്ത് അനൂപ്. കഴിഞ്ഞ കുറച്ച് കൊല്ലമായിട്ട് ഇവോൾവ് ചെയ്ത് വന്ന എന്നാൽ പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എനിക്കിത് പറയുകയും ചെയ്യാം. ഫസ്റ്റ് തിങ്, ഇവിടെ വരുന്നൊരു കുട്ടി, ആ കുട്ടിയുടെ കുറേ ഇഷ്യൂസ് ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഫണ്ടമെന്റൽസ് അറിയുന്നുണ്ടാവില്ല, ചിലപ്പോൾ നേരത്തെ പറഞ്ഞ വേറെ സ്ഥലത്ത് പഠിച്ചവരാവും, ആരും ആയിക്കൊള്ളട്ടെ. നമ്മൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി സെയിമാ. നമ്മൾ ചെയ്യുന്നത് ഇവരുടെ ഫണ്ടമെന്റൽസ് ക്ലിയർ ആവുന്ന ക്ലാസ്സസ് കൊടുക്കുക. സോ ഫസ്റ്റ് തിങ് എന്താ? സിലബസിനെ അബിൻ പറഞ്ഞ പോലെ ഓരോ ടോപ്പിക്കുകളെയും അതിന് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുക. ക്ലാസ് നിർബന്ധമാണ് ഒരാൾ പാസ്സാവുന്നതിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ വരുവാണെങ്കിൽ. ഓക്കെ. പിന്നെ സെക്കൻഡ് തിങ്, പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പഠിക്കാനുള്ള ഒരു സംഭവം അവർക്ക് വേണം അല്ലേ? അപ്പം നമ്മൾ ഹാൻഡ് ഔട്ടിൻ്റെ രൂപത്തിലോട്ട് അവരെത്തിക്കുന്നു. അതും പലരും ചെയ്യുന്നുണ്ടാവും അല്ലേ? ഈ പറയുന്ന ക്ലാസ് കൊടുക്കുന്ന കാര്യം, ഹാൻഡ് ഔട്ട് കൊടുക്കുന്ന കാര്യം ബാക്കിയുള്ളവർക്കും ചെയ്യാം. ദെൻ അടുത്ത കാര്യം, ഇവർ റിവൈസ് ചെയ്യണം അല്ലേ? റിവിഷനാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പാടുള്ള കാര്യം. അവിടെ നമ്മൾ ചെയ്യുന്നത് ഡെയിലി, വീക്ക്ലി, മന്ത്ലി ഇങ്ങനെ കണ്ടിന്യൂസ് ഹൈ ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് കൊടുത്തുകൊണ്ട് ഇവരെ റിവൈസ് ചെയ്യിപ്പിക്കുകയാണ്. ഇവിടെ ഞാനൊരു ഹൈ ക്വാളിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. അത് നിർബന്ധം. കാരണം ഇപ്പോൾ എത്രയോ ടെലഗ്രാം ഗ്രൂപ്പുകൾ നിങ്ങൾക്കറിയാം, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചോദ്യങ്ങൾ വെറുതെ കൊടുക്കുന്നുണ്ട് അല്ലേ? ആ കൊടുക്കുന്ന ചോദ്യങ്ങൾ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചാൽ ആൻസർ അല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ നമ്പർ ഓഫ് ചോദ്യം ChatGPTക്ക് ഒരു ടോപ്പിക് കൊടുത്ത് 1,00,000 ചോദ്യം ഉണ്ടായിത്തരാൻ പറഞ്ഞാൽ കുറച്ച് സമയം എടുത്ത് ഉണ്ടാക്കി തരും. ആ 1,00,000 ചോദ്യം ചെയ്താൽ പോരെ? അപ്പം അവിടെ വേറെ എന്തോ മിസ്സിംഗ് ഉണ്ട്. ഈ ക്ലാസ്സും ഹാൻഡ് ഔട്ടും ക്വസ്റ്റ്യനും ചെയ്താലും ഒരു പരീക്ഷ ജയിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് എന്ത്? ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ റിസൾട്ടും നമ്മുടെ റിസൾട്ടും. അപ്പോൾ ഈ 3 കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഫണ്ടമെൻ്റൽ ഡിഫറൻസ് ഇവർ തമ്മിലുണ്ട്. ഒന്ന്, നമ്മുടെ ടെക്നോളജിയാണ്. 2, നമ്മൾ ഇത്ര കാലങ്ങളായിട്ട് ആർജിച്ചെടുത്ത ഒരു ഓർഗനൈസേഷണൽ മെമ്മറി നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? അത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിനും നിർബന്ധം. അപ്പോൾ നമ്മൾ ഈ സമയം കൊണ്ട് നമ്മൾ ഇത്രയും എക്സാമുകളെ പഠിച്ച്, ഇത്രയും ചോദ്യങ്ങളെ പഠിച്ച്, ഇത്രയും ടോപ്പിക്കുകളെ പഠിച്ച്, ഇപ്പോൾ അനന്തനോട് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ ഏത് പാട്ടാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവൻ തരുന്ന മറുപടി വേറൊരു ഹിസ്റ്ററി ഫാക്കൽറ്റി തരുന്ന പോലെ ആയിരിക്കില്ല. അനന്തം തരുന്ന ഓക്കെ, കഴിഞ്ഞ തവണ അതിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു മദ്യ വിമർശനമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ NCMൻ്റെ ഉദ്ദേശങ്ങൾ നീ പഠിക്കണം. ഈ NCMൻ്റെ ഉദ്ദേശം ഒരു പ്രൈമറി ഫോക്കസ് ആയിട്ട് അനന്തന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ NCM എന്നുള്ളതിൻ്റെയും താഴെ കടന്ന് വേറെ എന്തോ ഡാറ്റ അവനിലെത്തി. ആ ഡാറ്റ അനന്തനില്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലോട്ട് എത്തുന്നത് KAS Mentorന്റെ ടെക്നോളജി വഴിയാണ്. നമ്മൾ ഇത്രയും മാത്രം ചോദ്യങ്ങൾ അനലൈസ് ചെയ്ത് അതിൻ്റെ എല്ലാം റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ KAS Mentor ടെസ്റ്റ് സീരീസിൽ 80 ചോദ്യം വന്നു, 85 ചോദ്യം വന്നു. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ആ പ്രൂവ് ചെയ്ത് കാണിക്കുന്ന PSC തലേ ദിവസം ചോദ്യം എടുത്ത് തന്നിട്ടോ 1 മാസം മുമ്പ് ചോദ്യം എടുത്ത് തന്നിട്ടോ അല്ല. നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ ടോപ്പിക്കിൽ നിന്നേ ചോദ്യം വരൂ, ഇതല്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ നിന്നേ ചോദ്യം വരൂ അല്ലേ? ബാക്കിയുള്ള ആൾക്കാർക്ക് 1000 ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം വരുമെന്ന് പറയാൻ പറ്റുമെങ്കിൽ KAS Mentorന്റെ സിസ്റ്റം വെച്ച് നമുക്കിന്ന് 5 ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം വരുമെന്ന് എനിക്ക് പറയാൻ പറ്റും.
ഈ 1005 വരുമ്പോഴുള്ള മാറ്റം എന്താ? അത്രയും വർക്ക ഇല്ലാതാവുന്നു. ഇപ്പോൾ പലരും നമ്മുടെ അടുത്ത് വന്നു പറയും, കഴിഞ്ഞ തവണ ഇപ്പോൾ SI ഇൻ്റർവ്യൂവിനെല്ലാം വന്ന ഒരുപാട് കുട്ടികളുണ്ട്, അവസാനം ഒരു രക്ഷയില്ലാതെ KS Mentor ടെസ്റ്റ് സീരീസ് എടുത്ത്. അപ്പം തോന്നി നിങ്ങളുടെ കോഴ്സിൽ വന്നാൽ മതിയായിരുന്നു. കോഴ്സിൽ വന്നില്ല, പക്ഷെ സ്റ്റിൽ ടെസ്റ്റ് സീരീസിൽ വന്നിട്ട് ഞാൻ റാങ്ക് ലിസ്റ്റ് കയറി. അപ്പം ഇവൻ ആ അവസാനത്തെ ഒരു മാസത്തിൽ വരെ ഒരു കുട്ടിയെ റാങ്ക് ലിസ്റ്റ് നിന്ന് ടോപ്പറിലോട്ട് എത്തിക്കാനുള്ള എന്തോ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. ആ ഉള്ളത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത സിസ്റ്റമാണ്. അതിന് ടെക്നോളജി മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും കണ്ടിന്യൂസ് അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് KS Mentorൻ്റെ റിസൾട്ട്. ഓക്കെ. ആൻഡ് അപ്പോൾ ടെക്നോളജി കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇതിനൊക്കെ പുറമെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, പഠിക്കണം എന്ന് വിചാരിച്ചാലും നല്ല റിസോഴ്സ് കിട്ടിയാലും ഒരാൾ പഠിക്കണമെന്നില്ല. എപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക, ഈ നോർമൽ ഫ്ലോയിൽ നിന്ന് തെറ്റിപ്പോവും. ഇപ്പോൾ SI എന്ന് വിളിച്ച് അങ്ങനെ എല്ലാവർക്കും മോട്ടിവേറ്റ് ചെയ്യാൻ ആളുണ്ടാവണമെന്നില്ല, അല്ലേ? അവിടെയാണ് വീണ്ടും നമ്മൾ നമ്മുടെ ടെക്നോളജി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ KS Mentor ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു കാര്യമാണ് റിപ്പോർട്ട് കാർഡ് ബേസ് സിസ്റ്റം. നമ്മളും അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. പൂർണ്ണമായിട്ടുള്ള രീതിയിലോട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് മെല്ലെ മെല്ലെ കിട്ടി തുടങ്ങുന്നുണ്ട് അത്. അതായത് ഒരു കുട്ടി എവിടെ വീക്കാണ്, എവിടെ സ്ട്രോങ് ആണ്. ഇപ്പോൾ അബി നേരത്തെ പറഞ്ഞ പോലെ മാത്സിൽ ടഫാന്ന് എല്ലാവരും പറയും, പക്ഷെ മാത്സിൽ എവിടെ ടഫ്? അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവനെ പഠിക്കും. ഈ ഓരോ കുട്ടി കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് സീരീസിലൊക്കെ നമ്മുടെ വന്ന കുട്ടികളുടെ ഡാറ്റ എടുത്ത് ആ കുട്ടികളോട് ഇവിടുത്തെ സ്റ്റുഡൻറ് റിലേഷൻ ടീം വിളിച്ച് പറയുന്നത്, നീ റീസണിങ്ങിൽ മോശമാണെന്നല്ല, അല്ലെങ്കിൽ നീ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡിൽ മോശമൊന്നും അല്ല പറയുന്നത്, നീ നമ്പർ സിസ്റ്റത്തിൽ മോശമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഒരാൾക്ക് കിട്ടിയാൽ പിന്നെ അവൻ്റെ പഠനം എളുപ്പമാണ്. അപ്പം അവിടെയും ഒരു ചലഞ്ച് എന്താ? ഇതല്ലാതെ നിൽക്കുന്ന കുട്ടികൾക്ക് ഇവനായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പാടാ. അത് അവർക്ക് നേരത്തെ അതിൽ പറഞ്ഞ പോലെ അവർക്ക് ബുദ്ധിയില്ലാണ്ടല്ല, അവർക്ക് ഇങ്ങനൊരു ഡാറ്റ കിട്ടി അവരും ചെയ്യിക്കും. പക്ഷെ അവർക്ക് കിട്ടുന്ന ഡാറ്റ എന്താ? കുറേ ചോദ്യങ്ങൾ, ഇതൊക്കെ ചെയ്യും, ഇത് ചെയ്താൽ നാളെയും കുറേ ചെയ്യും, മറ്റന്നെയും കുറേ ചെയ്യും, PBIക്ക് വന്നാൽ അതും വെറുതെ ചെയ്യും. രാവിലെ 6 മണിക്ക് ക്ലാസ് എടുക്കുക, 7 മണിക്ക് ക്ലാസ് എടുക്കുക. അപ്പം രാവിലെ NCERT ക്ലാസ് എടുത്തോണ്ടോ അല്ലെങ്കിൽ രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ചോണ്ടോ 24 മണിക്കൂർ മാരത്തൺ കണ്ടേ കൊണ്ടൊന്നും പരീക്ഷ ജയിക്കാൻ നിങ്ങൾക്ക് പ്രിലിംസ് ജയിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ മെയിൻസ് ജയിക്കുന്നത് എന്താണ്? വേറെ ഗെയിമാണ്. അവിടെ സ്മാർട്ടായാലും ടോപ്പർ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റൂ. അത് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി റിസൾട്ട് നമ്മൾ പറഞ്ഞു, കേരളത്തിൽ ട്രിവാൻഡ്രത്ത് കവടിയാറിരിക്കുന്ന, ഇപ്പോൾ നമുക്കറിയാം പല വലിയ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുന്ന സമയത്ത് അത്രയും വലിയൊരു ഫുട് പ്രിൻ്റ് ഒന്നും നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ല, നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്താ പറയുക, 480 170 ആൾക്കാർ, സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടുന്ന റിസൾട്ട് അല്ലേ, ആരും വിശ്വസിക്കില്ല നമ്മളെ. അതാണ് പ്രശ്നം. നമ്മള് പലരോടും അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഒരു PSCയുടെ മെയിൻസ് റാങ്ക് ലിസ്റ്റിൽ ഒരു 1/3 ഒരു സ്ഥലത്ത് നിന്ന് വരിക. ഇപ്പൊ 1/5 നമ്മൾ പറഞ്ഞു SIയിൽ, LSCS വരുമ്പോൾ അത് 1/3 ആവുകയാണ്. എങ്ങനെ ഇത് സംഭവിക്കുന്നു? ഇത് മാജിക് അല്ല. ഇല്ല, ഞാൻ നമ്മൾ ഈ LSGSന്റെ ഇന്റർവ്യൂവിന് നമ്മള് പാനലിനെ കൊണ്ടുവന്നല്ലോ. അപ്പൊ അവരെല്ലാം മുനിസിപ്പൽ സെക്രട്ടറിമാരൊക്കെയാണ്. അപ്പൊ അവരോടൊക്കെ വിളിച്ച് പറയും, തന്നെ ഉള്ളത് നമ്മുടെ ഇത്ര പിള്ളേരുണ്ടെന്ന് പറയുമ്പോൾ 150 എന്നാണ്. സാറേ ഇപ്പൊ ഒന്നാമത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഇന്റർവ്യൂ കോച്ചിങ് ഒക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മളത് ഇപ്പൊ പക്ക ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവർക്കൊരു ആ ഒരു നമ്പർ, അവരിതിനു മുമ്പ് ഇങ്ങനെ കേട്ടുള്ള ഒരു 5-10 പേര് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ, കേരളം മൊത്തം ആണല്ലോ, ഇപ്പം 500 പേര് ഒരു ഫൈനൽ ഒരു 150 പേരും എല്ലാം ലിസ്റ്റ് വരുവാണ്. അത് കേരളം മൊത്തം സ്പ്രെഡ് ആയിട്ടാണ് ജനറൽ റിസൾട്ട് കിടക്കുന്നത്. ഒരു എനിക്ക് തോന്നുന്നു ഇൻഫാക്ട് ഒരു എക്സാമിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ കോൺസെൻട്രേഷൻ കാണാറില്ല. ഇല്ല, അതാ പറഞ്ഞ. ഇപ്പോൾ ഇവൻ അതിൽ ഫ്രഷേഴ്സിൻ്റെ എണ്ണം ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു. അതായത് ഫസ്റ്റ് ടൈം ഈ കോഴ്സിൽ നിന്ന് പഠിച്ചു വരുന്ന കുട്ടികൾ തന്നെ ഇതിൽ മേജർ ഷെയർ കൊടുക്കും. സാധാരണഗതിയിൽ എന്താ, PSCയുടെ പണ്ടത്തെ രീതി വെച്ച് ഇരുന്ന് പഠിച്ച് വെറ്ററനായ ആൾക്കാർ ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ പരീക്ഷ ജയിക്കുന്നു. ഇപ്പൊ സ്ഥിതി മാറി. ഇപ്പോൾ ആ വെറ്ററൻസ് ബാക്കിലിരിക്കുക. കാരണം എന്താ, അവർ ഈ പുതിയ വരുന്ന പിള്ളേര് എൻറ്റയർലി മാറിയ സാധനം പഠിച്ച് ഈ രീതിയിൽ നമ്മളെ പോലെ ട്രെയിനിങ് എടുത്ത് അവർ തെറ്റ് വരുത്തുന്നില്ല, ആദ്യം ശരിയായി ചെയ്യുന്നത്. അപ്പൊ ആ ഡിഫറൻസ് അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്ര സിമ്പിളാ. ഇത്രയും കാര്യം ഞങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സ്മാർട്ടായിട്ട് സോൾവ് ചെയ്തു. ആ സോൾവ് ചെയ്ത കാര്യം ഞങ്ങൾ കുട്ടികളിലോട്ട് എത്തിച്ചു. ആൻഡ് വി ഹാവ് റിസൾട്ട്സ്. ഒരു രോഗത്തിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ചികിത്സ തീരുമാനിക്കാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടറെ കാണാൻ പോകുമ്പോഴും പല സ്ഥലങ്ങളിൽ ചികിത്സിക്കാൻ പോകും, അപ്പോൾ ശരിയാവുന്നില്ല. അവസാനം ഒരിക്കലും ഒരു നല്ല ഡോക്ടർ കറക്റ്റ് കാരണം കണ്ടുപിടിക്കും, അതിന് മരുന്ന് കൊടുക്കുക, അത് വർക്കൗട്ട് ആവും. അതേ കാര്യമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, അതും കറക്റ്റ് വീക്ക് ഏരിയ. ഈ ജനറലായിട്ട് നിങ്ങളൊരു സബ്ജക്റ്റിൻ്റെ വീക്കാണെന്നല്ല പറയേണ്ടത്, നിങ്ങൾ എവിടെ ഇമ്പ്രൂവ് ചെയ്യണം അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് ആ കാര്യം കൃത്യമായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ അയാൾക്ക് ജോലി ഉറപ്പാണ്. ആ ഉറപ്പാണ് കൊടുക്കുന്നത്. അത് മാത്രമല്ല, നമ്മളിവിടെ ചെയ്യുന്ന UPSCയിൽ കണ്ടുവന്നിട്ടുള്ള PSC ഒരു കൾച്ചറിൽ ഇല്ലാത്തൊരു സാധനം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മെന്റർഷിപ്സ് ആണ്. നമ്മുടെ സ്റ്റുഡന്റ് റിലേഷൻ ടീം കുട്ടികളെ വിളിച്ച് സംസാരിക്കുന്നത് തൊട്ട് അവർക്ക് എന്ന് വെച്ചാൽ ഇപ്പം
വരുന്ന ഒരു സമയത്ത് പലതരം കുട്ടികളാണ് നമ്മുടെ ഇങ്ങോട്ട് വരിക. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള കുട്ടികളും വരും. എന്നാൽ ഇപ്പൊ എക്സാമിനോട് പേടിയുള്ളവരുണ്ട്, അങ്ങനെ പേടിയുണ്ട്, അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് എഴുതാൻ മടിക്കുന്ന കുട്ടികളുണ്ട്. ഇത് UPSC ഉണ്ട്, PSC ഉണ്ട്. പക്ഷെ PSC അവരെ അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അതെ. ഞാൻ ഇവിടെ ഏറ്റവും നന്നായിട്ട് കണ്ടിട്ടുള്ള ഒരു സാധനം, കുട്ടികളെ വിളിച്ച് സംസാരിക്കുക എന്നുള്ളൊരു കൾച്ചർ നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മെന്റേഴ്സിനെ വെച്ചിട്ടാണേലും ഇപ്പൊ KS നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ നമ്മുടെ അല്ലാത്ത ബാച്ചസിനുണ്ട്. അപ്പം അവർക്ക് കിട്ടുന്ന ഒരു മെന്റൽ സപ്പോർട്ട് ഉണ്ടല്ലോ, മിസ് ഇവര് വിളിച്ചു, അല്ലെങ്കിൽ അവർ വിളിച്ച് എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നി. എന്ന് വെച്ചാൽ അത്രയും സ്ട്രെസ് ആയിരിക്കുന്ന സമയത്ത് ചിലവർക്ക് നല്ലൊരു ഫ്രണ്ട്സ് ഉണ്ടാവില്ല, ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവില്ല, അവർ ഒറ്റയായിട്ട് വന്ന് പഠിച്ചു പോകുന്നവരായിരിക്കും. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരാൾ വിളിച്ച് നിങ്ങളെ ഇത് കൊണ്ട് പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക് ഏരിയ ഇതൊക്കെയാ, ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഇതൊന്ന് പഠിച്ചു നോക്ക്, എന്നിട്ടൊന്ന് ടെസ്റ്റ് സീരീസ് എടുക്കുന്ന പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എളുപ്പം കയറിപ്പോകാനുള്ള കാര്യങ്ങൾ. അപ്പം KS മെന്ററിൽ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടെന്നുള്ളതും അത് ഭയങ്കരമായിട്ട് കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഭയങ്കര റിലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം എനിക്ക് തോന്നുന്നത് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും PSC ഒരു മെന്റർഷിപ്പിന്റെ സാധ്യത തന്നെ വേറെ എവിടെയും ട്രൈ ഇല്ല. നമ്മളെപ്പോഴും നമ്മളെ ഇന്റേണലി നമ്മൾ ഇതൊരു പുറത്ത് പറയേണ്ട ഇൻഫർമേഷൻ ആണെന്ന് പോലെ എനിക്ക് നമ്മൾ മാനേജ്മെന്റിന്റെ ഇടയിൽ നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ ഒക്കെ ഉണ്ടായ മെന്റർഷിപ്പ് ഇറ്റ്സ് എ വെരി എക്സ്പെൻസീവ് തിങ് അല്ലേ. ഒരു കാര്യം, ഒരു മെന്ററിന് ഒത്തിരി പേരെ വിളിക്കാൻ പറ്റത്തില്ല, 15 പേരെ അല്ലെങ്കിൽ 20 പേര്, ഇത്രയും പേരൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അവർക്ക് ശമ്പളം കൊടുക്കണം. അപ്പം എന്നോട് ഇങ്ങനെ ചോദിച്ചു, മെന്റർഷിപ്പ് കൊണ്ട് ഗുണമുണ്ടോ ആക്ച്വലി? ഓക്കെ, പിള്ളേർക്ക് ഗുണം കിട്ടുന്നില്ലെങ്കിൽ നമുക്കിത് മാറ്റാം. ഗുണം കിട്ടുന്നുണ്ടോ വിൽ കണ്ടിന്യൂ. ശരിക്കും ഗുണം കിട്ടുന്നുണ്ടോ, അത്ര റിസൾട്ടിനോട്ട് ഇത് ഉതകുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ഞാനും ചില പോയിന്റിലൊക്കെ സംശയിച്ചിട്ടുണ്ട്. ഓക്കെ, കാര്യം കുറച്ച് പിള്ളേർ മെന്റർഷിപ്പ് എടുക്കത്തില്ല. അപ്പം അതിന്റെ പ്രോബ്ലം അന്വേഷിച്ച് വന്നപ്പോൾ ഇവർക്ക് ഇതിനെപ്പറ്റി അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് ഈ പ്രാവശ്യം നമ്മൾ ഈ മെന്റർഷിപ്പ് ഇപ്പം ഒരു സെക്രട്ടേറിയറ്റ് മെയിൻസിന് നമ്മൾ പ്രിലിംസിന് തൊട്ടും അവസാനത്തേക്ക് നമ്മൾ റിസൾട്ട് ഇച്ചൂടി മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് മിനിറ്റ് അവർക്ക് ഒരു സെപ്പറേറ്റ് മെന്റർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു തോട്ട് ഇട്ട് നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വന്ന നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാന സമയത്ത് ആ സാധനം തുടങ്ങിയോണ്ട് ഇവർക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാകുന്നത്. പക്ഷേ UPSC പിള്ളേർക്ക് അങ്ങനെയല്ല. UPSC പിള്ളേർക്ക് മെന്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂബിൾ ആണെന്ന് അവർക്ക് അറിയാം. അപ്പോൾ അടുത്ത വർഷം നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അടുത്ത ബാച്ചിന് നമ്മൾ Day 1 തൊട്ട് അവർ ഒരു പ്രിലിംസ് കം മെയിൻസ് ബാച്ച് KS മെന്ററിൽ വന്നതാണ്. Day 1 തൊട്ട് ഒരു മെന്റർഷിപ്പ് എന്താണ്, അല്ല മെന്റർഷിപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് എന്താണ്, ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ആ സപ്പോർട്ട് Day 1 തൊട്ട് കിട്ടിയാൽ ഇവർക്കിപ്പോൾ നാളെ ഇപ്പോൾ ഈ അർച്ചന പറഞ്ഞ പോലെ ഒരു ഇമോഷണലി അവർക്ക് ഓക്കെ ഇത് വിട്ടു പോയേക്കാം, ഇത് എന്നെ കൊണ്ട് നടക്കത്തില്ല, ഇതെല്ലാം ഒരു മൈൻഡ് സെറ്റ് സാധനമാണ്. നോളജൊക്കെ ഉള്ള ആളായിരിക്കും, പക്ഷെ മാനസികമായി നമ്മൾ എക്സാം വിടത്തില്ലേ, അതൊക്കെ ഒത്തിരി പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ദാറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഇവിടെ ആ കൾച്ചർ ഇല്ലാത്തവരാണ്. ഇപ്പം അനുപ് മുമ്പ് പറഞ്ഞല്ലോ, ടെസ്റ്റ് സീരീസിന്റെ കൾച്ചർ നമ്മൾ ഉണ്ടാക്കി അത് ബാക്കിയുള്ളവർ അഡോപ്റ്റ് ചെയ്ത് നമുക്ക് സന്തോഷമുള്ള കാര്യമുള്ളൂ. അതിൽ നമുക്ക് ഇപ്പം എല്ലാവരും ടെസ്റ്റ് സീരീസ് കൊണ്ടുവന്നാൽ നാച്ചുറലി ഈ പിള്ളേർ ജയിക്കുന്നവരുടെ എണ്ണം കൂടും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം മെന്റർഷിപ്പിന്റെ സാധനം അങ്ങനെ ഒരു ഐഡിയ ആണെന്ന് തോന്നുന്നു. കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അത് നല്ല രീതിയിൽ മെന്റർഷിപ്പ് ഒരു തട്ടിപ്പായിട്ട് നടത്താം, നമ്മളൊക്കെ അത് കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ അതൊരു നല്ല രീതിയിൽ മെന്റർഷിപ്പ് നടത്തിയാലും ഐ തിങ്ക് എന്താണ്, ഞാൻ ചില സാധനങ്ങളാണ് ഇവരുടെ റിസൾട്ടിനെ ഏറ്റവും നിർണ്ണയിക്കുന്ന സാധനങ്ങളായിട്ട് കാണുന്നത്. അതിലൊന്നാണ് മെന്റർഷിപ്പ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ എത്ര പഠിപ്പിച്ചാലും ഈ ഒരു മനുഷ്യന്റെ കൂടെ നിന്നുള്ള ഈ ജേർണിയിലൂടെ ഇതിനു മുമ്പ് പോയിട്ടുള്ള ഒരാളുടെ സപ്പോർട്ട് ഈസ് വെരി ക്രൂഷ്യൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കൂടാതെ ഇപ്പം നമുക്ക് ഇത്രയും റിസൾട്ട്സ് അക്യൂമുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇത്രയും ഇപ്പോൾ LSCSന്റെ ഒക്കെ പറയുകയാണെങ്കിൽ അത്രയും നല്ല റിസൾട്ട് വന്നത് ഇപ്പോൾ KS മെന്റർ ജസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അതിൻ്റെ അകത്ത് ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഇവരെല്ലാവരും ഈ സ്റ്റുഡൻസിന്റെ ബെറ്റർമെന്റിന് വേണ്ടി ഒരേപോലെ വർക്ക് ചെയ്യുക. ഇപ്പോൾ അക്കാഡമിക്സ് ടീം ആണെങ്കിലും ക്ലാസ് എടുക്കുന്നതാണെങ്കിലും ക്വസ്റ്റ്യൻസ് ഇരുന്നതാണെങ്കിലും ഈ ക്വസ്റ്റ്യൻസിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ നമുക്കൊരു QC ഉണ്ട്. അതുപോലെ ഇത് ഡെലിവറി ചെയ്യാൻ ഒരു സ്റ്റുഡൻറ് റിലേഷൻസ് ടീമുണ്ട്. അവരെ കോണ്ടാക്ട് ചെയ്യാൻ, സംസാരിക്കാൻ, അങ്ങനെ നമുക്ക് ഒരു എന്താ പറയുക ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രം തന്നെയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒരേപോലെ തന്നെ ഈ സ്റ്റുഡൻസിന്റെ ബെനിഫിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നതും കൂടെ ഇറ്റ് ഇസ് എ കോർ റീസൺ ഫോർ ഹാവിങ് ദിസ് റിസൾട്ട് അലോങ് വിത്ത് ടെക്നോളജി. ഓക്കെ, ഐ തിങ്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം കമ്മ്യൂണിക്കേറ്റഡ് ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് പിള്ളേരെ കേട്ടിട്ട് അവരുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നമ്മൾ മറ്റേ 100% പെർഫെക്റ്റ് ഒന്നും അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഇപ്പം മാർക്കറ്റിലുള്ളതിൽ ഒരു കുട്ടി ഇവിടെ വന്നാൽ അവരെ ജയിപ്പിച്ച് കൊടുക്കാമെന്ന് കോൺഫിഡൻസ് ഉള്ള ഒരു ടീമും അതിനുള്ള ബാക്കിയുള്ള അനുബന്ധ സപ്പോർട്ട് സിസ്റ്റം ഉള്ളൊരു ടീമാണ്. അത് നമുക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ആ കാര്യത്തിൽ നമുക്കൊരു സംശയം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മളിപ്പോൾ ഒത്തിരി പ്രാവശ്യം പൈസ എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞു. അപ്പോൾ നമ്മൾ ആരും ഇത് പറഞ്ഞു ഓക്കെ പൈസ നമ്മുടെ എല്ലാവരുടെയും ഒത്തിരി പൈസ ഉള്ളതുകൊണ്ട് നമ്മൾ പൈസ കുറച്ച് കാണുന്നത്, അങ്ങനെയൊന്നും അല്ല. നമ്മളെല്ലാവരും ഒരു മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്, അല്ലെ ലോവർ മിഡിൽ ക്ലാസ്, ഈ ഒരു ശ്രേണിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മുടെ അടുത്തൊരു 30 വർഷം 40 വർഷം നിർണ്ണയിക്കാൻ ചാൻസ് ഉള്ള ഒരു പരീക്ഷയെ
നമ്മളെ എങ്ങനെയാണ് കാണേണ്ടത്, പൈസ വെച്ച് മാത്രമാണോ കാണേണ്ടത് എന്നുള്ള മാത്രമാണ് നമ്മൾ ആ ചോദ്യമാണ് ചോദിച്ചത്. അതായത് ഇതിനകത്ത് പൈസയൊന്നും അല്ല അടിസ്ഥാന ഘടകം. നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് കറക്റ്റായിട്ട് ആലോചിക്കുക. നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി നിങ്ങൾക്ക് ഇപ്പോൾ എസ് ഐ ആവണോ എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇറങ്ങി മറ്റേ കാക്കി ലവ് എന്നൊക്കെ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ലൈക്ക് അടിക്കുന്ന ആള് മിനിമം അന്വേഷിക്കേണ്ട ഒരു സാധനം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റാങ്ക് ലിസ്റ്റിൽ ഒരു എസ് എങ്കിലും ഉണ്ടോന്നെങ്കിലും ഒരു എസ് ഐ റാങ്ക് ലിസ്റ്റ് ഒരുത്തരെങ്കിലും ഉണ്ടോ, അത് ആ ഒരു ഉത്തരവാദിത്വം അത് നമ്മളോട് തന്നെ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം. അതിനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ആ ഒരു ഇൻഡിവിജ്വൽ അവരോട് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ്. കാര്യം അവരുടെ ഭാവിയാണത്. അത് ചെയ്താൽ തന്നെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു കറക്ഷൻ അങ്ങായി വരും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ആൾക്കാർക്ക് അതവർ ചെയ്യാത്തത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു അവയർനെസ് പ്രോബ്ലം ആണ്, അല്ല അവരൊരു മണ്ടത്തരം കാണിക്കുന്നതാണെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. അവർക്ക് ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞത് നമ്മൾ PSC പഠിക്കാൻ തുടങ്ങുന്ന പറയുമ്പോൾ അപ്പം ചിറ്റപ്പം പറയും മോനെടാ ഞാൻ പണ്ട് ഇത് ആണ് ചെയ്തത്, നീ അത് ചെയ്താൽ മതി. അപ്പോൾ ഒരു മിസ്ഗൈഡഡ് ആയി പോകുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇവരാരും ഒരു കഴിവില്ലാത്തത് കൊണ്ടോ, പക്ഷേ എന്താണ് ഇവർ 1-2 പ്രാവശ്യം ഈ റാങ്ക് ഫയലിന്റെ പുറകെ പോയി 2 പ്രാവശ്യം പരീക്ഷ ജയിക്കാതിരിക്കുമ്പോൾ ഇവരെന്താണ് ആദ്യമായിട്ട് അവരോ അല്ല അവരുടെ നാട്ടുകാരോ ഇവരോട് പറയും മോനെ നിന്നെ കൊണ്ട് പറ്റത്തില്ല. അവിടാണ് ഇത് കഴിവില്ല എന്നുള്ളൊരു സ്ഥലത്തോട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും ഞാൻ ആലോചിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പ്രോപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തുക, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല ഒരു പ്രോപ്പർ മെൻറ്ററിനെയോ ഒരു പ്രോപ്പർ സപ്പോർട്ട് സിസ്റ്റമോ കണ്ടെത്തി കറക്റ്റായിട്ട് പോയാൽ ഈ മിസ്റ്റേക്കുകൾ ഒന്നും വരുത്താതെ ജയിക്കാം. കാര്യം തെറ്റ് പഠിച്ചിട്ട് കറക്റ്റ് ചെയ്യുന്നതാണ് ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു തെറ്റാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക, കാണുന്നവരെല്ലാം ശ്രദ്ധിക്കുക. അപ്പം ഒറ്റക്കാരോട് പറഞ്ഞ് നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇപ്പോൾ ഈ PSC പരീക്ഷകളല്ലേ, ഇപ്പം നമ്മളിപ്പോൾ SSC എല്ലാം ഇതിനകത്തല്ല, ഈ ഏജൻസി നടന്ന പരീക്ഷകളിൽ ഒത്തിരി പരീക്ഷകളുണ്ട്, ഒത്തിരി ജോലി ഓപ്പർച്യൂണിറ്റികളുണ്ട്. നമ്മൾ പറഞ്ഞാണ്, നമ്മൾ പല പേരാണ്, നമ്മളിത് സ്ഥിരം പറയുന്നതാണ് LSGS എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതെല്ലാം പല ശ്രേണികളിലുള്ള ജോലി, പല ശമ്പള സ്കെയിലുള്ള ജോലി. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അവിടെ തൊട്ടേ ഒന്ന് കണ്ടു തുടങ്ങാം അല്ലേ. കാര്യം എപ്പോഴാണ് നമുക്കറിയത്തില്ല, എനിക്ക് പേഴ്സണലി അറിയത്തില്ലായിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പ്, അല്ലെ ഇതിനകത്ത് വരുന്ന ഇത്രയും ജോലികൾ കേരള PSC, അത് ഇത്രയും ശമ്പളം കൊടുക്കുന്ന ജോലികൾ കേരള PSC റിക്രൂട്ട്മെന്റ് എനിക്കറിയത്തില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിവില്ലാതിരിക്കുന്ന ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ബട്ട് ആ അറിവ് ഫില്ല് ചെയ്യാൻ, ആ അറിവില്ലായ്മ പരിഹരിക്കാനുള്ള സ്റ്റെപ്സ് എല്ലാവരും ഒന്ന് എടുക്കുക. അപ്പോൾ യൂട്യൂബ് ചാനലിലുള്ള നമ്മുടെ ഇപ്പോൾ ഒരു A to Z കാറ്റഗറി ഓഫ് വീഡിയോസ് ഉണ്ട്. ഇപ്പം അനന്തൻ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്. അപ്പം ആ കോഴ്സിനെ പറ്റി അല്ല ആ ജോലിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്ന വീഡിയോസ് ഉണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ സ്റ്റുഡൻസിൻ്റെ കാര്യം, ഇതൊക്കെ ഞാൻ കാണണം എന്ന് പറയുന്നതിൻ്റെ റീസൺ ഈസ് ഇതൊക്കെ ശരിക്കും അത്രയും വാല്യുബിൾ ആയിട്ടുള്ള. ഇപ്പോൾ SI റിസൾട്ടിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ഉടനെ ഇറങ്ങി, ടോപ്പേഴ്സ് ഒരു റൗണ്ട് ടേബിൾ പോലെ ചെയ്താണ്, അതൊന്ന് കാണുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗായത്രി കഴിഞ്ഞ പ്രാവശ്യം KS കിട്ടി. അപ്പോൾ ആ ഗായത്രി സംസാരിക്കും, എന്ത് ക്ലാരിറ്റി ആണെന്നറിയോ. നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് നമ്മൾ എനിക്കും മീഡിയേറ്റ് നമുക്ക് ഇങ്ങനെ രോമമൊക്കെ എടുത്തിരിക്കുന്ന സാധനമാണ്. നമ്മൾ ഇത്രയും നാളായിട്ട് UPSC ടോപ്പേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അപ്പോൾ ഇവർ വളരെ പരിമിതമായ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്നിട്ട് എല്ലാം കറക്റ്റായിട്ട് ഇന്നും ഞാൻ ഈ കഴിഞ്ഞ KS പിള്ളേരോടൊക്കെ പറയണം ഗായത്രിയുടെ ഇൻ്റർവ്യൂ എടുത്ത് കാണണം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.